2024 അവസാനത്തിലും 2025 ആദ്യത്തിലുമാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയത്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ചുവപ്പ് കത്തി നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇതുപോലുള്ള ചുവന്ന കളർ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോസ് എങ്ങനെ കുറക്കാം, അതുപോലെ തന്നെ 2025 നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചുവന്ന കളർ കത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നൈസാം, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടേൺഡ് ഓൺട്രപ്രണർ ആണ്. നമ്മൾ ഈ ചാനലിൽ സംസാരിക്കുന്നത് ബിൽഡിംഗ് എ പേഴ്സണൽ ബ്രാൻഡ്, ബിൽഡിംഗ് എ ബിസിനസ്, അതുപോലെ തന്നെ സൈഡ് ഹസൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ടോപ്പിക്സ് ആണ്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ സബ്സ്ക്രൈബിങ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, നമുക്ക് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. സോ വിത്തൗട്ട് എനി ഫർദർ അഡു, ലെറ്റ്സ് ഡൈവ് ഇൻ. വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലോ ഒരു മ്യൂച്വൽ ഫണ്ടിലോ ഒന്നുമല്ല. ശരിക്കും നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ടേം ഇൻഷുറൻസിലാണ്. കാരണം ഒരു സൈഡിൽ നമ്മൾ വെൽത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറു സൈഡിൽ നമ്മളെ ഫാമിലിയുടെ ഫ്യൂച്ചർ, ഫൈനാൻഷ്യൽ ഫ്യൂച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഫാമിലിയുടെ ഫ്യൂച്ചർ, അതായത് നമ്മുടെ ഫാമിലിയുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഫാമിലി ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്നൊരു സന്ദർഭം വരും. ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ നമ്മുടെ ആബ്സൻസിലും നമ്മുടെ ഫാമിലിക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും ലഭിക്കും. മന്ത്ലി 500 രൂപ മുതൽ 1000 രൂപയുള്ള എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ 1 കോടി രൂപയുടെ കവറേജ് ടേം ഇൻഷുറൻസ് പ്ലാൻ നമുക്ക് ലഭിക്കും. ഒരു ചെറിയ എമൗണ്ടാണ് മന്ത്ലി നോക്കുമ്പോൾ, പക്ഷേ നമ്മുടെ അഭാവത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിക്ക് ഒരു സപ്പോർട്ടായിരിക്കും. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടേം ഇൻഷുറൻസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഡിറ്റോ ഇൻഷുറൻസ് വരുന്നത്. സ്പാം ഫ്രീ ആയിട്ട്, ഹോണസ്റ്റ് ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻഷുറൻസ് പ്ലാൻസ് അവർ നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ള അഡ്വൈസും അവർ തന്നെ തരും. കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഷുറൻസ് അവരുടെ വെബ്സൈറ്റിൽ എഡ്യൂക്കേഷണൽ ടൂൾസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മളെ ബെസ്റ്റ് ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുക മാത്രമല്ല, നമ്മളുടെ ക്ലെയിം സെറ്റിൽമെന്റ്, ഡോക്യുമെന്റേഷൻ എന്നിവയിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും ഫ്രീ ആയിട്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ടു ഫിനിഷ് നമുക്ക് ഹസൽ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. മാത്രമല്ല ഡിറ്റോ ഈസ് ബാക്ക്ഡ് ബൈ സിറോദ. അതുപോലെ തന്നെ ഫിൻഷോർട്സ് ഉണ്ടാക്കിയ ടീമാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗുഡ് ഹാൻഡ്സിലാണെന്ന് പറയാം. ഡിറ്റോയുമായി ഇന്ന് തന്നെ നിങ്ങൾക്കൊരു ഫ്രീ കോൾ അല്ലെങ്കിൽ ചാറ്റ് ബുക്ക് ചെയ്യാം. ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഫാമിലിയുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കോർ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഈ വീഡിയോ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ 2025 തുടക്കത്തിൽ നമുക്ക് സംഭവിച്ച ക്രാഷ്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയാൻ നോക്ക്. ആ കറക്ഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇതുപോലുള്ള വോളറ്റിലിറ്റി നമ്മൾ മാർക്കറ്റ് കാണിക്കുമ്പോൾ, ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ഇതുപോലുള്ള കറക്ഷൻസ് ഉണ്ടാകുമ്പോൾ ആ റെഡ് കത്തുന്നത് കുറച്ച് ഗ്രീൻ തന്നെ കത്തിക്കൊണ്ടിരിക്കാൻ, അത് ലോസസ് കുറച്ച് ഗെയിൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം റെഡ് ലൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1, ട്രംപ് അധികാരത്തിൽ വന്നു. ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് US ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളിൽ ടാക്സ് ഈടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്നും പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് ഫാർമ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഈ മാർക്കറ്റിനെ ബാധിച്ചാൽ തന്നെ ബാക്കിയുള്ള മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെയൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്, ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ഇമ്പോർട്ട് ടാക്സ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വാങ്ങുന്ന US കമ്പനികൾക്ക്, അത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് വാങ്ങുന്ന US കമ്പനികൾക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും. അതായത് ഈ ടാക്സും കൂടെ കൂട്ടി നൽകേണ്ടി വരും. ആ സമയത്തുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ടാക്സ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സോഴ്സ് ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെയുള്ള കമ്പനികൾ, അപ്പോൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഫാർമ ആണെങ്കിലും മറ്റെന്ത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ, ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് അവരുടെ സെയിൽസ് കുറയുകയും അത് കാരണം അവർക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഇതുവരെ തീരുമാനമായിട്ടില്ല എത്ര ശതമാനം ടാക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തതയൊന്നും ആയിട്ടില്ല. ടാക്സ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ന്യൂസേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ മാർക്കറ്റിനെ. ഇപ്പോൾ ഈ February 13 അറിയാൻ കഴിഞ്ഞത്, February 13 നമ്മുടെ പ്രധാനമന്ത്രി ട്രംപുമായിട്ട്
ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളുണ്ടായിരിക്കും. അതിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എത്ര പെർസെൻറ്റേജ് ടാക്സ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. സോ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ബ്ലാക്ക് റോക്ക്, JP മോർഗൻ, മോർഗൻ സ്റ്റാൻലി, ഫിഡലിറ്റി പോലുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഇന്ത്യയിലുള്ള സ്റ്റോക്കുകളൊക്കെ, ഇന്ത്യയിലുള്ള അവർ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ സെല്ല് ചെയ്യാണ് എന്നാണ് കേൾക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം ജനുവരിയിൽ അറൗണ്ട് 50,000 കോടി രൂപയുടെ സെല്ല് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഒരുപാട് ഫണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും അത് ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് അതിന് അനുപാതികമായൊരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയാത്തത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റുപ്പി ഓൾ ടൈം ലോ ഒക്കെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല. അതായത് ബാങ്കിനൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഇനിയും കൂടുതൽ കുറച്ച് കഴിഞ്ഞാൽ റുപ്പിയുടെ വാല്യൂ വീണ്ടും കുറയുന്നതുകൊണ്ട് തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇവർ കുറയ്ക്കില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇൻഡസ്ട്രീസും വലിയ വലിയ കമ്പനീസൊക്കെ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ പുതിയ പ്രൊഡക്ഷൻസ് നടത്താനും ഓപ്പറേഷൻസ് നടത്താനും കമ്പനി വലുതാക്കാനൊക്കെ ഇവർ ലോൺ എടുക്കും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവുന്നതുകൊണ്ട് തന്നെ ഇവർ ലോൺ എടുക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വളർച്ച കുറയും. ആ ആനുപാതികമായ വളർച്ചയിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഇതാണ് മൂന്നാമത്തെ കാരണം. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് എപ്പോഴും വൊളറ്റൈലായിരിക്കും. ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഗെയിൻസ് ഉണ്ടാകും, ഇടയ്ക്ക് ലോസ് ഉണ്ടായിരിക്കും. ഈ സമയത്തൊക്കെ നമ്മുടെ പണം സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു രീതി നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. സോ അതിലേക്ക് കിടക്കാം. അതാണ് പോർട്ട്ഫോളിയോ അലോക്കേഷൻ. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള എല്ലാ പണവും, അതായത് നമ്മുടെ അടുത്തുള്ള സേവിങ്സും നമ്മളെല്ലാം കൂടെ നമ്മൾ ഇക്വിറ്റിയിൽ 100% മണി നമ്മൾ ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്ന പണം മുഴുവനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ തീർച്ചയായിട്ടും ഡെപ്റ്റിലേക്കോ അല്ലെങ്കിൽ ക്യാഷിലോ ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കണം. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ FDs അവൈലബിൾ ആണ്. 7.5, 7 ഒക്കെ റിട്ടേൺ തരുന്ന FDs ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പണവും ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഡെപ്റ്റിലും അല്ലെങ്കിൽ ക്യാഷിലൊക്കെ കുറച്ചൊരു പെർസെൻറ്റേജ് പണം നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര ശതമാനം നമ്മൾ ഡെപ്റ്റിലിടണം, എത്ര ശതമാനം നമ്മൾ ഇക്വിറ്റിയിലിടണം എന്ന് നമുക്ക് നോക്കാം. അതായത് നോർമലി ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അടുത്തുള്ള ഫണ്ട് എത്ര കാലം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10 lakhs rupees നമ്മളെ കയ്യിലുണ്ട്, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അത് എത്ര കൊല്ലത്തേക്ക് നമുക്ക് ആവശ്യമില്ല, അതായത് എത്ര കൊല്ലത്തേക്ക് അത് റിട്ടേൺ എടുക്കേണ്ട, അല്ലെങ്കിൽ എത്ര കൊല്ലത്തേക്ക് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ അലോക്കേഷൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 10 lakhs നമുക്ക് 2 മുതൽ 3 വർഷം വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്കൊരു ആവശ്യം എനിക്ക് വരുന്നുണ്ട് എന്നൊരു കേസിലാണെന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു 60% അല്ലെങ്കിൽ ഒരു 55% കൂടിയാൽ ഒരു 65% മാത്രമേ നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള 35 or 30% or 40% നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡെപ്റ്റിലോ അല്ലെങ്കിൽ FDസിലോ ആണ്. അതുപോലെ നമുക്ക് ഈ 10 ലക്ഷം രൂപ ഒരു 5 to 6 years കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു 70-30 എന്നുള്ള രീതിയിൽ, അതായത് 70% ഇക്വിറ്റിയിലും 30% ഡെപ്റ്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി 10 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ പണം ആവശ്യമില്ല, അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കുകയാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 80-20 എന്നുള്ള രീതിയിൽ, അതായത് 80% ഇക്വിറ്റിയിലും 20% ഡെപ്റ്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സിനാരിയോ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായി, എത്രത്തോളം റിസ്ക് ടോളറൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ പെർസെൻറ്റേജ് ചൂസ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാർക്കറ്റിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഇനിയും ഓൾ ടൈം ഹൈറ്റ് ചെയ്യും, ഇത് ഷുവറാണ്. പക്ഷേ എത്ര സമയം എടുക്കും ഇത് ഹിറ്റ് ചെയ്യാൻ? ഇത് 3 months ഹിറ്റ് ചെയ്യോ, 5 months ഹിറ്റ് ചെയ്യോ, 1 വർഷം എടുക്കുമോ, 2 വർഷം എടുക്കുമോ, 5 വർഷം എടുക്കുമോ എന്നുള്ളത് സർട്ടൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നുള്ളത് അൺസർട്ടനിറ്റി അതിലുള്ളത് കൊണ്ട് തന്നെ
നമ്മൾ തീർച്ചയായിട്ടും ഈ പോർട്ട്ഫോളിയോ അലോക്കേഷൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റ് ഫോളായി അല്ലെങ്കിൽ ഒരു ക്രാഷ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഈ സമയത്ത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഫോളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഒരു രൂപ പോലും ഉണ്ടായില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച പണം മുഴുവനും നമ്മൾ ഈ പറഞ്ഞ ഇക്വിറ്റിയിൽ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതവിടെ ലോക്കായിട്ട് അവിടെ കിടക്കും. നമുക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല, കാരണം നമ്മൾ മൈനസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സമയത്ത് നമ്മൾ പോർട്ട്ഫോളിയോ അലോക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു 60-40 അല്ലെങ്കിൽ 70-30 ഒക്കെ അലോക്കേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 30% ഓഫ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് നമ്മുടെ അടുത്തുണ്ടായിരിക്കും. അത് നമുക്ക് ഫോളിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഫോളിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ റിട്ടേൺസ്, അതായത് നമുക്കറിയാം ആ കൊറോണ സമയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അറൗണ്ട് 30% മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെയുള്ള വളരെ ഹൈ റിട്ടേൺസ് നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. 2025 നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോർട്ട്ഫോളിയോ അലോക്കേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോർട്ട്ഫോളിയോ അലോക്കേഷൻ പഠിക്കുക, അത് ചെയ്യുക. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് പോർട്ട്ഫോളിയോ അലോക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വീഡിയോ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ നീഡ് എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയവും സമയവും അവസാനിച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ക്ലിക്ക് ദ ഡിസ്ലൈക്ക് ബട്ടൺ. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും consider subscribing. Thank you for watching. See you in the next video. Bye bye.